കൂട്ടുകാരെ, നിങ്ങൾ ഈ ജെയിംസ് ബോണ്ടിനെ കണ്ടിട്ടുണ്ടോ? കാണാതിരിക്കാൻ വഴിയില്ല. എവിടെ നോക്കിയാലും കോട്ടും സൂട്ടും ഇട്ട് കയ്യിലൊരു ഗണ്ണും പിടിച്ച് നടപ്പില്ലേ പുള്ളി. അതെ, നമ്മുടെ ചാരന്മാരുടെ ഒക്കെ ഒരു രാജാവാണ് കക്ഷി. ഈ ബോണ്ട്, ജെയിംസ് ബോണ്ട് എന്ന് പുള്ളി പറയുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ശരിക്കും പറഞ്ഞ ഈ ക്യാരക്ടർ തുടങ്ങിയത് സിനിമയിലൊന്നുമല്ല കേട്ടോ. അയൺ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷുകാരൻ പണ്ട് നേവിയിലൊക്കെ പണിയെടുത്തിരുന്ന ടൈമിൽ പുള്ളിയുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ഒരു ഐറ്റമാണിത്. 1953 കാസിനോ റോയൽ എന്ന പുസ്തകത്തിലൂടെയാണ് ബോണ്ട് പുറത്തു വരുന്നത്. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും എന്ന് പറയും പോലെയാണ് ബോണ്ടും. ബ്രിട്ടീഷ് സീക്രട്ട് സർവീസിലെ ഒരു 007 ഏജന്റ്. ഈ 00 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ലൈസൻസ് ടു കിൽ. അതായത് പണി പാളിയാൽ ആരെ വേണമെങ്കിലും തട്ടാൻ പുള്ളിക്ക് സർക്കാരിന്റെ പെർമിഷൻ ഉണ്ടെന്ന് ചുരുക്കം. ഇനി പുള്ളിയുടെ ആക്ഷൻ നോക്കിയാലോ, കയ്യിലിരിക്കുന്ന വെറും ഒരു തോക്കല്ല, വാൾട്ടർ PPK. പിന്നെ പുള്ളി ഉപയോഗിക്കുന്ന വണ്ടികളോ ആസ്റ്റൺ മാർട്ടിനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. ഈ വണ്ടിയിലാണെങ്കിൽ വല്ല ബട്ടണും ഞെക്കിയാൽ മിസൈല് വരും, വെടിയുണ്ട തടുക്കും, വെള്ളത്തിനടിയിൽ കൂടി ഓടും. എന്തൊക്കെ പരിപാടികളാണ് നോക്കിക്കേ. ഇതൊക്കെ കൊടുക്കുന്നത് ആരാണെന്നറിയോ? നമ്മുടെ ക്യൂ. പുള്ളി ബോണ്ടിന് കൊടുക്കുന്ന ഗാഡ്ജറ്റുകളും ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. ലേസറുള്ള വാച്ചും പൊട്ടിത്തെറിക്കുന്ന പേനയും ഒക്കെ ബോണ്ടിന്റെ സ്ഥിര ഐറ്റങ്ങളാണ്. പിന്നെ പുള്ളിയുടെ ബോസ് ബോണ്ടിന്റെ തല്ലുപൊളിത്തരത്തിന് എപ്പോഴും ചീത്ത വിളിക്കാൻ പുള്ളിക്കാരൻ അവിടെ കാണും. ബോണ്ട് സിനിമകളിൽ പുള്ളിയുടെ കൂടെ എപ്പോഴും ഒരു നായിക കാണും. നമ്മൾ അവരെ ബോണ്ട് ഗേൾസ് എന്ന് വിളിക്കും. പിന്നെ പുള്ളിയുടെ ശത്രുക്കള്. ഓരോ പടത്തിലും വരുന്ന വില്ലന്മാർക്കെല്ലാം ലോകം നശിപ്പിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ നമ്മുടെ ബോണ്ട് ഉള്ളപ്പോൾ അത് നടക്കില്ലല്ലോ. ഇതുവരെയായിട്ട് പലരും ബോണ്ടായി വന്നിട്ടുണ്ട്. സീൻ കോണറി മുതല് ലാസ്റ്റ് വന്ന ഡാനിയൽ ക്രൈഗ് വരെ. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ചിലർക്ക് നല്ല തമാശയും സ്റ്റൈലും ആണെങ്കില് ഡാനിയൽ ക്രൈഗ് വന്നപ്പോൾ പുള്ളി ഇത്തിരി സീരിയസ് ആയി. ഇടിക്കാണെങ്കിൽ ഇടി, വെടിക്കാണെങ്കിൽ വെടി. അപ്പൊ ഇതാണ് സംഗതി. ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ വെറും ഒരു പേരല്ല, അതൊരു ബ്രാൻഡാണ്. ലോകം എത്ര മാറിയാലും ബോണ്ടിന്റെ സ്റ്റൈലും ഗുമ്മും പടപ്പും ഒരിക്കലും മാറില്ല. അപ്പൊ എങ്ങനെയുണ്ട് ബോണ്ടിന്റെ വിശേഷം? ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ.